ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത് കുറച്ച് വൈകി അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ വ്ലോഗ് ഇടാൻ വൈകിപ്പോയി. അപ്പോൾ പെരുന്നാൾ പിറ്റേ ദിവസമാണ് എന്ന് അറിഞ്ഞതിൻ്റെ തലേന്ന് വൈകുന്നേരം മമ്മ എല്ലാവർക്കും പെരുന്നാൾ പൈസ കൊടുക്കുകയാണ് കേട്ടോ. ഏറ്റവും മൂത്ത പേരക്കുട്ടിയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഇളയ പേരക്കുട്ടി വരെയുള്ള കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി, അതായത് പെരുന്നാൾ തലേന്ന് രാത്രി പൂത്തിരി എത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ ആകെ ഒരു ബഹളമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കുട്ടികളൊക്കെ. അപ്പോൾ ഞാനതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് നമുക്കതൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഈ പൂത്തിരിയുടെ വീഡിയോസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആ സമയം ഞങ്ങൾക്ക് അടുക്കളയിൽ പണി ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ നാളെയാണ് എന്ന് പള്ളിയിലേക്ക് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചേനയും കുമ്പളങ്ങയും കറി വെച്ചിട്ടുണ്ടായിരുന്നു. പയറുപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചു, അവിയലിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു, പിന്നെ സ്രാവ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പെരുന്നാളാണ് എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചേനയും കുമ്പളങ്ങയും കറി വെക്കും. അത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അപ്പോഴത്തൊട്ട് ഞാൻ കാണുന്നതാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. അതായത് ഒന്നാം പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ സാദാ ചോറും പിന്നെ ചേനയും കുമ്പളങ്ങയും കറി, പയറുപ്പേരി, ബീഫ് റോസ്റ്റ്, പിന്നെ അങ്ങനത്തെ കറികളൊക്കെ ആയിരിക്കും കേട്ടോ. അവിയൽ, പായസം, അങ്ങനെയൊക്കെ ആയിരിക്കും. രണ്ടാം പെരുന്നാളിനാണ്, അതായത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ബിരിയാണിയോ മന്തിയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് 11:30-ക്കുള്ളിൽ എന്തായാലും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചിരിക്കും. എന്നിട്ട് കുടുംബങ്ങളുടെ വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെരുന്നാളിന് അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള ഇതാക്കുന്നത്. പിറ്റേ ദിവസം വിപുലമായിട്ട് ബിരിയാണിയോ മന്തിയോ കപ്സയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോവും. അപ്പോൾ പെരുന്നാളിന് എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട്, അപ്പോൾ ഉമ്മ പണ്ടത്തെ രീതിയിൽ മൈലാഞ്ചി ഇങ്ങനെയാണ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ് കേട്ടോ. കയ്യിൽ മൊത്തം ഡിസൈനൊന്നും ഇല്ലാതെ ഇത് അരച്ച മൈലാഞ്ചിയാണ്. ഈ അരച്ച മൈലാഞ്ചി കയ്യിൽ മൊത്തം ഇങ്ങനെ വാരി പൊത്തിയിട്ട് കവറിനുള്ളിൽ കെട്ടി വെച്ച് കിടന്ന് ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈക്ക് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കളറാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനിവിടെ വന്ന് ഇപ്പോൾ 5 വർഷം, 5ാമത്തെ പെരുന്നാളാണ്. ഈ 5 പെരുന്നാളിനും ഞാനിവിടെ ഉള്ളപ്പോൾ ഉമ്മ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഡിസൈനൊന്നും വരയ്ക്കില്ല, കയ്യിൽ സാധാരണ ഇങ്ങനെ വാരി പൊത്തി വെക്കും. ഇത് കുറേ നാളുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതേപോലെ കവറിൻ്റെ അകത്ത് വെച്ചിട്ട് കിടന്നുറങ്ങലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പിന്നെന്താ പറയുക, ഇത് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉമ്മയുടെ മൈലാഞ്ചി ഇടൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കവറിനുള്ളിലാണ് കൈ ഇറക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് തുറന്ന് നോക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഞാനും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാനും ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ അറിയാവുന്ന പോലെയൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് കാലമായി ഞങ്ങൾക്ക് മൈലാഞ്ചി ഇടാനൊക്കെ അറിയാം. ഇങ്ങനെ ടച്ച് വിട്ട് പോയത് കാരണം എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടു. പിന്നെ മോൾക്ക് അരച്ച മൈലാഞ്ചി വെച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഡോട്ടായിട്ട് മോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ കൈ അനക്കുകയോ കുലുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ഈസി ആയിരുന്നു അവൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മോള് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അവളുടെ ആദ്യത്തെ പെരുന്നാളാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും അവളുടെ റിയാക്ഷൻ, അതേപോലെ തന്നെ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് അറിയാനൊരു ആകാംക്ഷയായിരുന്നു. അപ്പോൾ എൻ്റെ മൈലാഞ്ചി ഇടലും നെയ്ഹുവിൻ്റെ മൈലാഞ്ചി ഇടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ 5 മണിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൈകി അടുക്കളയിൽ എത്താൻ 5-5:30 ആയിട്ടുണ്ടായിരുന്നു. ഇത്താത്ത രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പണികളെല്ലാം തീർക്കണം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ നമ്മൾ. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുളിച്ച് റെഡിയായി പിന്നെ വീടുകളിലെ ബന്ധുക്കളൊക്കെ വരും. അങ്ങനെയൊക്കെ
അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ എല്ലാ വീടുകളിലും രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നെ ഇതിൻ്റെ അന്നത്തെ പ്രിപ്പറേഷൻസൊക്കെ റെഡിയാവും. അപ്പോൾ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് റോസ്റ്റ് ആക്കാൻ വെച്ചു. പിന്നെ ഇക്കാക്കുള്ള ചോറ് അത് റെഡിയാക്കാൻ വെച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ, കാരണം വേഗം കഴിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുട്ടും പപ്പടവും ബീഫ് റോസ്റ്റും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ പണികളും തകൃതിയായിട്ട് നടക്കുന്നു. പയറുപ്പേരി അടുപ്പത്തുണ്ട്. അപ്പോഴേക്ക് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് വെട്ടം വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ എഴുന്നേറ്റ് വന്നപ്പോൾ ഉമ്മയുടെ മൈലാഞ്ചി ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. നല്ല ചുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈലാഞ്ചി അത്രയ്ക്കൊന്നും ചുമന്നിട്ടില്ല, ഉമ്മ അരച്ച മൈലാഞ്ചി ആയ കാരണം ചുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ മൈലാഞ്ചി നോക്കുകയാണ് കേട്ടോ. അവരൊക്കെ പകുതി ഉറക്കത്തിലാണ്. മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. എല്ലാവരും തലേദിവസം മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈലാഞ്ചി ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നിള പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 5 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അവിടേക്ക്. അപ്പോൾ ചോറുണ്ടെന്ന് എല്ലാവരുമായിട്ട് ചോറ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, ഡിലീറ്റായി പോവുക, അങ്ങനെ എന്തോ ചെയ്തു, കാണാനില്ല. ഇത് എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ നെയ്ഹുമ്മ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ നെയ്ഹുമ്മയുടെ ഡ്രസ്സ് ഇതൊന്നുമല്ല, ഇത് നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ, അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ പാർക്കിൽ നല്ല ചൂടൊക്കെ ആവുമല്ലോ, ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് തിങ്ങി നിൽക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഊരി വെച്ചിട്ട് ആ കോട്ടൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, നാത്തൂനും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അവർ ചോറിനെല്ലാം കഴിഞ്ഞിട്ട് എത്തി. പിന്നെ ഇത്താത്തായും കുട്ടികളും ഒക്കെ ഞങ്ങളെല്ലാവരുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്താത്ത ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ കടന്നു കേട്ടോ. കുട്ടികളെല്ലാം നല്ല ഹാപ്പിയിലാണ്, അവർ ഓടി കളിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരുപാട് ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ, കാമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് വരാം. പിന്നെ കുറച്ച് വൈകിയായാലും നമുക്ക് പോകണോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏതായാലും തിരിച്ച് പോകാനൊരു 7-7:30 ആവും മിനിമം. പെരുന്നാളിൻ്റെ അന്ന് 8-8:30 ആയിട്ടാണ് കേട്ടോ പാർക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നത്, കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു അന്ന്. കുട്ടികൾക്ക് പൊതുവേ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ്, നമുക്ക് സന്തോഷമാണ് കേട്ടോ. കുറേ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാറുണ്ട്. നമ്മൾ പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷമൊക്കെ പോയിരുന്നു കേട്ടോ. നമ്മൾ കർമ്മ റോഡിനും അതേപോലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ നോമ്പ് തുറന്നിട്ട് ആ ഒരു ക്ഷീണവും പിന്നെ കുട്ടിയെ കൊണ്ടുപോകലും കുട്ടിയെ നോക്കലും ഒക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട്. പാർക്കിലെത്തി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു കോർണറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതിൽ കയറുന്നതിനൊന്നും നമുക്ക് പൈസ കൊടുക്കണ്ട. അപ്പോൾ കുട്ടികളെല്ലാവരും കയറി കളിക്കുകയാണ്. പിന്നെ പേ ചെയ്ത് റൈഡിൽ കയറുന്ന ഇതും ഉണ്ട് കേട്ടോ. കുറേയൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിന് നല്ല റെസ്ട്രിക്ഷൻസാണ്. കുട്ടികൾ സേഫ്റ്റി ഇല്ലാതെയൊക്കെ റൈഡിൽ കയറ്റാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ അന്ന് പൂത്തിരിയും പടക്കമൊക്കെ കുട്ടികൾക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 തവണ യൂട്യൂബിലിട്ടപ്പോൾ യൂട്യൂബ് തന്നെ ഈ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ റീസൺ പറഞ്ഞത് ചൈൽഡ് സേഫ്റ്റി എന്നാണ്, ചൈൽഡ് നോട്ട് സേഫ്റ്റി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേയൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെയും എഡിറ്റ് ചെയ്തു കേട്ടോ. ഒരു 3-4 പ്രാവശ്യം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിൽ ചെറിയ സ്റ്റോളൊക്കെ ഉണ്ട്. നേരത്തെ ഒന്നും ഇതില്ലായിരുന്നു, ഇപ്പോൾ ഇതായതുകൊണ്ടായിരിക്കും 2 സ്റ്റോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ജ്യൂസും അതുപോലെ പോപ്കോണും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കോർണറിൽ വന്നിട്ട് പിന്നെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും വെള്ളവും കുടിച്ച് കുറച്ച് നേരമൊക്കെ കാമായിട്ട് റിലാക്സ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ അവിടെ ഓടിച്ചാടി കളിച്ച് അങ്ങനെ നല്ല റിലാക്സ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. നല്ല രസമായിരുന്നു, എല്ലാവരുമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 6:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈദ് വിശേഷങ്ങൾ. നിങ്ങളുടെ ഈദ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഈദിൻ്റെ വ്ളോഗ് നേരം വൈകിയതിൽ ക്ഷമിക്കണം കേട്ടോ, കാരണം
ഇതൊക്കെ കൊണ്ടാണ് നേരം വൈകിപ്പോയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.